ഹായ്, ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, മൈക്കയില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ശശികല ഈ ഒരു വീഡിയോ കാണണം. വിഷം കാറുന്ന ശശികല എന്തിന് രാഹുൽ മാങ്കൂടത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നു, എന്തിന് വി.ഡി. സതീശൻ പെരുന്നാൾ ആഘോഷിക്കുന്നു, എന്തിനാണ് ഹൈന്ദവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാണ് ശശികലയുടെ വലിയൊരു പരാതി. അപ്പോൾ ശശികല ഈ ഒരു വീഡിയോ കാണണം. പെരുന്നാൾ ദിവസം നൗഷാദ് ബാക്കവി ചെയ്ത ഒരു വീഡിയോ ദൃശ്യമാണ്. ഒരു നല്ലവനായ ഹൈന്ദവനെ രക്ഷിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണണം, ശശികലയും കാണണം. അതിനുശേഷം ശശികലക്ക് തക്കതായിട്ടുള്ള മറുപടി വി.ഡി. സതീശൻ കൊടുക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വെച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂർ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും അറിയില്ലായിരുന്നു. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്തു, ഉസ്താദെ നിങ്ങളിത് കാണുന്നില്ലേ, അദ്ദേഹത്തെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആംബുലൻസും കൊണ്ട് അവിടെ പോയി. അദ്ദേഹം ഒരു തരത്തിലും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രിയങ്കരായ പ്രവർത്തകർ റാഷിദ് മുബാറക്ക്, സഫീർ കമന്നൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി നമ്മുടെ വളവുവച്ചയിലെ സ്നേഹസാരത്തിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ മുടിയെല്ലാം വെട്ടി, മുടിക്കകത്തൊക്കെ ഒരുപാട് ചീത്ത വസ്തുക്കളും നജസ്സുകളും പ്രാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് വൃത്തിയാക്കി. ജട പിടിച്ചിരുന്ന മുടിയല്ല, വല്ലാത്ത ദുർഗന്ധവുമായിരുന്നു. മീശൻ താടിയൊക്കെ വടിച്ച് അദ്ദേഹത്തിന് പല്ല് എന്തായാലും കുറേ കാലമായിട്ട് തേച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. വലിയ സന്തോഷമായി അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തു. അത് ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം ചിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പല്ല് തേച്ച് കൊടുത്തപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് കുറേ ദുർഗന്ധമൊക്കെ പുറത്തുപോയി. പല്ലിൻ്റെ കേടൊക്കെ മാറ്റി. ഒരുപാട് പല്ലിനകത്തൊക്കെ ഒത്തിരി നികഷ്ടതകളുണ്ടായിരുന്നു. ഒക്കെ വൃത്തിയാക്കി കൊടുത്തു. മന്നാനിയും റാഷിദും ഞാനും കൂടി അദ്ദേഹത്തെ കുളിപ്പിച്ചു. അൽഹംദുലില്ലാ, വല്ലാത്തൊരു രംഗമായിരുന്നു. തലയ്ക്കകത്തേക്ക് തണുത്ത വെള്ളം വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം, അദ്ദേഹത്തിന് ആരൊക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. വല്ലാത്തൊരു ആനന്ദമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന് തലയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ആരുമില്ലാന്ന് കരുതി അലഞ്ഞു തിരിഞ്ഞ് നടന്നയാളാണ്. പട്ടിയും പൂച്ചയും കടിച്ചും മാന്തിയും മഴയും വെയിലും ഒരുപോലെ കൊണ്ടും വല്ലാത്തൊരു രംഗമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റൂല. നഖം വെട്ടി, പുതിയ ചെരുപ്പ് വാങ്ങി, പാൻറ്റും ഷർട്ടും തോർത്തുമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം വാരി കൊടുത്തപ്പോൾ ഒരു സംഭവമുണ്ട്, അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കണ്ടു നിൽക്കാൻ കഴിയില്ല നമുക്ക്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം വാരി തന്നിട്ടില്ലേ? ആരും ഭക്ഷണം വാരി തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സന്തോഷവും കൂടെ ഉണ്ടാവണം. എത്ര ദിവസം അദ്ദേഹം നിൽക്കുമെന്നറിയില്ല. നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പൊന്നുപോലെ നോക്കും. ഓക്കെ, ശശികലയോട് ഒരു കാര്യം പറയുകയാണ്. ശശികല ഇങ്ങനെ വിഷം കാറുമ്പോൾ, ഇന്നലെ റഹീമിനെ രക്ഷിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ശശികല വിഷം കാറി. പെരുന്നാളിന് നല്ലവരായ ചില BJP-ക്കാരും പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെയും ശശികല വിഷം കാറി. അവർ നല്ല ഹിന്ദുക്കളല്ലെന്നാണ് ശശികല പറയുന്നത്. അതായത് പെരുന്നാളിന് പോസ്റ്റ് ഇട്ടവർ നല്ലവരായ ഹിന്ദുക്കളല്ലെന്നാണ് ശശികല പറയുന്നത്. നാണമുണ്ടോ ശശികല? ശശികലയുടെ ഒരു കാര്യം പറയുകയാണ്. നൗഷാദ് ബാക്കവിയുടെ ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് ഒരു കണക്കെടുക്കണം. അവിടെ എത്ര നല്ലവരായ ഹൈന്ദവരുണ്ട്, അവിടെ എത്ര ക്രിസ്ത്യാനികളുണ്ട്, എത്ര മുസൽമാനുകളുണ്ട് എന്ന് ശശികല ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ ശശികല, ഓക്കെ ശശികലയോട് പറയുകയാണ്, ചാവാൻ പോകുന്ന സമയത്താണെങ്കിലും ശശികല ഒന്ന് നന്നാവണം. ഓക്കെ പൊന്നുമനുഷ്യന്മാർ, നമ്മുടെ വി.ഡി. സതീശന് രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED-യെ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേക്കണം. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണം? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. പിണറായി വിജയൻ ഇതൊന്നും പറയില്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്.
ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? അതായത് പിണറായി വിജയൻ അറിയും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രിയെ പോയി കാണണം. ഇപ്പോൾ വിജയ് പോയി കണ്ടില്ലേ? ചില കമ്മികൾ പറയുന്നത് റൈഡിന് പിന്നിൽ VD സതീശൻ എന്നാണ്. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? പിണറായി വിജയൻ്റെ മകൾ തെറ്റ് ചെയ്തു, അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഇപ്പം ഞാൻ തെറ്റ് ചെയ്താൽ എന്നെയും വെറുതെ വിടരുത്. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കണം. കാരണം പാവങ്ങളായ നമ്മളെപ്പോലുള്ളവരുടെ പൈസയാണ് അവറ്റകൾ മുക്കിയത്, കോടിക്കണക്കിന് രൂപയാണ്. അതൊക്കെ കണക്ക് ചോദിക്കുക തന്നെ വേണം. അതിനെക്കുറിച്ചിട്ടാണ് റൈഡ് വന്നത്. ഓക്കെ നിങ്ങൾ ഈ ഒരു പോസ്റ്റും കൂടി കാണണം. അതായത് പെൻഷൻ മുടങ്ങുന്നു എന്നാണ് ചില കമ്മികൾ പറയുന്നത്. ആര് പറഞ്ഞു? നോക്കൂ, പെരുന്നാളിന് മുമ്പേ വിതരണം തുടങ്ങിയിട്ടുണ്ട്. പൊതു സർക്കാരുകൾ എല്ലാ സ്ഥലത്തേക്കും എത്താൻ ചിലപ്പോൾ ഇത്തിരി സമയമെടുക്കും. എല്ലാവർക്കും കിട്ടിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് കിട്ടാൻ ബാക്കിയുള്ളത്. അത് ഇന്നോ നാളെയിൽ കിട്ടും. ഓക്കെ നമുക്ക് ഒരു വീഡിയോ ദൃശ്യം കൂടി. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനും CPM നേതാവിൻ്റെ മകനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഉമ്മൻചാണ്ടി സാറാണെങ്കിലും സഖാവ് കൊടിയേരി ആണെങ്കിലും അവർ തമ്മിൽ അത്രയും കൂട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബിനീഷ് ഉമ്മൻചാണ്ടി സാറിനെ ചാണ്ടി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അല്ലെ, അങ്ങനെ ഒരു ബോണ്ട് തന്നെ ഉണ്ടായിരുന്നല്ലേ ബിനീഷെ? പൂർണ്ണമായിട്ടും. ഞാൻ എപ്പോഴും ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കോളേജ് കാലം തൊട്ട് നേരിട്ടിട്ട് എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയാണ്. അതിനു മുമ്പ് അച്ഛനും ചാണ്ടിയങ്ങളുമായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പോൾ കോളേജ് കാലം തൊട്ട് ആദ്യം ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ബ്രദറും എല്ലാവരും ഒരുമിച്ച് മാറി വെന്നസ് കോളേജിലുണ്ടായിരുന്നു. അതിനുശേഷം ചാണ്ടി വീണ്ടും മാറി വെന്നസ് കോളേജിൽ വന്നു. അതിനുശേഷം ഇപ്പം അതിനുശേഷം മറിയ നമ്മളായിട്ട് വളരെയായിട്ട് കോർഡിനേറ്റ് ഇപ്പോൾ മിക്കവാറും വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൻറ്റി ഉമ്മൻചാണ്ടി അങ്കിളിൻ്റെ ഇവിടെ വാങ്ങിയതിന് ശേഷമുള്ള പല പരിപാടികളിലും ആൻറ്റിയെ കാണാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലി തുടർന്ന് വന്നിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സൗഹൃദം ഞങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും തുടരാനും ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ കാണണമെന്നും എത്ര തന്നെ രാഷ്ട്രീയ, അതായത് സഖാവ് കൊടിയേരിയെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും അറിയാം രാഷ്ട്രീയത്തിന് അവരെങ്ങനെയാണ് അത്രയും പോസിറ്റീവായിട്ട് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ ചാണ്ടി പറഞ്ഞ 22 ഒക്ടോബർ 1 അച്ഛന്റെ മരണം. 22 ഒക്ടോബർ തൊട്ടിട്ടാണ് ചാണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു എന്ന് ചാണ്ടി ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ചാണ്ടി ഞങ്ങൾ ഒക്ടോബർ 3-4 തീയതി ഇവിടെ വന്നു, ഞങ്ങളെ കണ്ടു. അപ്പോൾ കണ്ടിരിക്കുമ്പോഴും അങ്ങള് തീരെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പത്രക്കാർ വന്ന് അടുത്തിരിക്കുമ്പോഴും അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പത്രക്കാർ ചോദിച്ചു, ഇത്രയും വയ്യായികയുള്ള സമയത്ത് ഷംസീറും ഉണ്ട് കൂടെ, അപ്പം വയ്യായികയുള്ള സമയത്തും ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞത് ഇത് എൻ്റെ ഫാമിലിയാണ്, ഇത് എൻ്റെ കുടുംബമാണ് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടുപേര് അവർ തമ്മിലുള്ള രാഷ്ട്രീയത്തിലുള്ള അവരടുപ്പം എന്നുള്ളതിലുപരി ഞങ്ങളുടെ കുടുംബത്തെ എത്രമാത്രമാണ് ഇവർ രണ്ടുപേരും ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നാണ്. അവർ രണ്ടുപേരും എത്തരത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് ആ ഒരു വരവോട് കൂടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ ബോധ്യപ്പെട്ടാണ്. ഇതാണ് രാഷ്ട്രീയം. ഒരു കാര്യം പറയാം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിൽ ചാവുന്ന ചിലർ, നേതാക്കളല്ലാത്ത ചിലർ. അതായത് ഇപ്പോൾ പിണറായി വിജയൻ പോകുമ്പോൾ അതിന് നേരെ കല്ലെറിയുക, അല്ലെങ്കിൽ VD സതീശൻ പോകുമ്പോൾ അതിന് നേരെ കല്ലെറിയുക, അങ്ങനെയുള്ളവർക്കാണ്. അതായത് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ബോണ്ട് ഇതാണ്. അവർ തമ്മിൽ ശരിയാണ്, അവർ തമ്മിൽ യാതൊരു തെറ്റുമില്ല. അവർ മീഡിയാസിന് മുമ്പിൽ എന്തെങ്കിലും പറയും, അതായത് രാഷ്ട്രീയം പറയും, പക്ഷേ മനുഷ്യന്മാരായിട്ട് അവർ ഒന്നാണ്. ഈ കല്ലെറിയുന്നവർക്ക് രാഷ്ട്രീയവുമില്ല, ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയിലൊരു പണിയുമില്ല, വെറുതെയാണ്. ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി സാറിനെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ VD സതീശനെ കുറിച്ചിട്ട് ചില കോളേജ് വിദ്യാർത്ഥികൾ, കോളേജ് പെൺകുട്ടികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ദൃശ്യം, അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി പാവങ്ങളായ ഓട്ടോ ഡ്രൈവർമാർക്കൊപ്പമുള്ള ഒരു നല്ലൊരു ഫോട്ടോയാണ്, നല്ലൊരു വീഡിയോ ആണ്. നോക്കൂ നിങ്ങൾ, ആരോ ഒരാൾ നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നും ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കരുത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുത്. ആരോ ഒരാൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതാണ് നമുക്ക് കിട്ടിയത്. അതാണ് ഞാൻ സൈഡിൽ വെച്ചത്. എത്രയും നല്ലൊരു മനുഷ്യനാണ് നമുക്ക് അടുത്തതായിട്ട് പ്രധാനമന്ത്രി ആവേണ്ടത്. ജനങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. ഓക്കെ നമുക്ക് കോളേജ് വിദ്യാർത്ഥികൾ നമ്മുടെ VD സതീശനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് ഈ പ്രഖ്യാപനത്തെ കുറിച്ച് പറയാൻ? ആദ്യത്തെ 3 ദിവസമാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യം വരുന്നത്, ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം
ഞങ്ങൾക്ക് ഇങ്ങനെ ലീവ് തരുന്നതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ വീക്കെൻഡിൽ ക്ലാസ്, ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ്സാണ് വീക്കെൻഡിലേക്ക് വെക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ അത്ര പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ പ്രഖ്യാപനം നല്ലതാണല്ലേ? നല്ലതാണ്. എന്താ വെച്ചാൽ ആദ്യത്തെ 3 ദിവസം ഭയങ്കര ഡള്ളായിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ലീവ് കിട്ടുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം ഇതൊക്കെ വരുന്നതിന് മുന്നേ ലീവ് ആകുമ്പോൾ അതിപ്പോൾ മിസ്സുമാർ വീട്ടിലേക്ക് കൊടുക്കും. ഇതാണെങ്കിൽ ലീവ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആരും ഓൾറെഡി പെർമിഷൻ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ലീവ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊരു സമാധാനത്തോടെ ഇരിക്കാം. ഇത് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലതാണ്. ആദ്യത്തെ 3 ദിവസമാണല്ലോ നല്ല പെയിൻ ഉണ്ടാവുക, അപ്പോൾ അവധി കിട്ടുന്നതനുസരിച്ച് ഇതേപോലെ ഇരിക്കാമല്ലോ, ഓൾറെഡി വീട്ടിലിരിക്കാം, മറ്റേ ലീവ് എടുക്കണ്ടേ. അപ്പോൾ ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. നിങ്ങൾക്ക് ഇത്ര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം? ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ സ്കൂൾ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുത്ത് ഇവിടെ അങ്ങനെ കിടക്കേണ്ടി വരും. അതിലും നല്ലതല്ലേ വീട്ടിലിരിക്കുന്നത്. അത് നല്ല തീരുമാനം തന്നെയാണ്. വീക്കെൻഡിൽ 3 ദിവസം ക്ലാസ് വെക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നല്ല കാര്യമാണ്. പാവം പെൺകുട്ടികൾ എന്തൊക്കെ ത്യാഗം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ലീവ് നമ്മുടെ VD സജൻ കൊടുത്തത് എ ഗ്രേഡാണ്, നല്ലതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.